ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഷേപ്പ് ഓഫ് PPC പഠിപ്പിക്കുന്നതിന് മുന്നേ PPCയുടെ കോൺകേവ് ടു ദി ഒറിജിന് കാരണമായ വസ്തുത എന്താണെന്ന് നോക്കി. എന്താണ് ഇൻക്രീസിങ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഇൻക്രീസിങ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് എഴുതുക. ഇതുപോലെ തന്നെ എഴുതുക. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് എഴുതിയാൽ പോരാ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് എഴുതിയാൽ പോരാ. പിന്നെ എങ്ങനെ എഴുതണം? ഇൻക്രീസിങ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് എഴുതിയാൽ മാത്രമേ ആ ആൻസർ പൂർണ്ണമാവുകയുള്ളൂ. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നറിയാം, എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നറിയാം അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പോസിബിലിറ്റീസ് ABCDE, rice, wheat, 0 1 2 3 4, wheat 10 9 7 4 0. ഓക്കെ, ഈ ടേബിൾ വെച്ചിട്ട് എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു. ദാറ്റ് ഒരു പ്രോഡക്റ്റിന്റെ അഡീഷണൽ യൂണിറ്റ് കിട്ടാൻ മറ്റേ പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റിയിലെ അളവിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുന്നു, അല്ലെങ്കിൽ ത്യജിക്കുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു, ഫോർഗോൺ ചെയ്യുന്നു, അതിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക. അപ്പൊ നമ്മൾ പഠിച്ചു ദാറ്റ് MOC കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഏത് ഗുഡ്സ് ആണോ സാക്രിഫൈസ് ചെയ്യുന്നത് ആ ഗുഡ്സിന്റെ ബേസിലാണ് നമ്മൾ MOC കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിൽ ഇല്ല, രണ്ടാമത്തെ കേസിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ 1, മൂന്നാമത്തെ കേസിൽ 2, ദെൻ നാലാമത്തെ കേസിൽ 3, ദെൻ അഞ്ചാമത്തെ കേസിൽ 4 അല്ലെ? ഇതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക, MOC എന്ന് പറയുക. മാർജിനൽ മീൻസ് അഡീഷണൽ. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ദാറ്റ് അഡീഷണൽ ഇൻക്രീസിങ് ആവാം, അഡീഷണൽ ഡിക്രീസിംഗും ആവാം. അപ്പോൾ അഡീഷണൽ എന്ന് കേട്ടാൽ ഉടനെ അത് ഇൻക്രീസ് ആണ്, അഡീഷൻ ആണ്, ഇൻക്രീസ് ആണെന്നല്ല വിചാരിക്കേണ്ടത്. അപ്പോ അഡീഷൻ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഇൻക്രീസ് വരാം, അഡീഷണൽ ആയിട്ട് കൂടുകയും ചെയ്യാം, അഡീഷണൽ ആയിട്ട് കുറയുകയും ചെയ്യാം. ഇവിടെ അഡീഷണൽ ആയിട്ട് കൂടുകയാണ് ചെയ്യുന്നത് MOC. ഓക്കെ, അഡീഷണൽ ആയിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് PPCയുടെ ഷേപ്പ് കോൺകേവ് ടു ദി ഒറിജിൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോ PPCയുടെ ഷേപ്പിന് കാരണം, അതായത് നമ്മുടെ PPCയുടെ ഷേപ്പിന് കാരണം, ഈ ഷേപ്പ് കോൺകേവിന് കാരണം ഇൻക്രീസിങ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് അല്ലെ? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് കോൺകേവ് ടു ദി ഒറിജിൻ ആയിട്ട് PPCയുടെ ഷേപ്പ് മാറാൻ കാരണം. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഡിഫറെന്റ് ഷേപ്പ് ഓഫ് PPC. ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം, PPCയുടെ ജനറൽ യൂഷ്വലി നമ്മുടെ PPCയുടെ ഷേപ്പ് എന്ന് പറയുക കോൺകേവ് ടു ദി ഒറിജിൻ ആണ്. അതിന്റെ കാരണം ഇൻക്രീസിങ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. എക്സാമിന് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് PPC എന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ എഴുതേണ്ടത് ഇൻക്രീസിങ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ഇതിന് കാരണമായി തീരുന്നത്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺകേവ് ടു ദി ഒറിജിൻ ആണ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ? ജനറൽ ആയിട്ട് PPCയുടെ ഷേപ്പ് കോൺകേവ് ടു ദി ഒറിജിൻ ആണ്. അപ്പോ ഒന്നാമത്തെ ഷേപ്പ് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ഷേപ്പ് എന്ത് തന്നെയാണ്? കോൺകേവ് തന്നെയാണ്. ഓക്കെ, PPCയുടെ ഷേപ്പ് കോൺകേവ് തന്നെയാണ്. കോൺകേവ്. റീസൺ നമുക്കറിയാം. എന്താ റീസൺ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് MOC അല്ലെ? ഇൻക്രീസിങ് MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുന്നത് കൊണ്ടാണ് PPCയുടെ ഷേപ്പ് കോൺകേവ് ആയിട്ട് മാറിയത്. ഈ ഗ്രാഫ് ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, രണ്ടാമത്തെ ഷേപ്പ് എന്ന് പറയുക കോൺവെക്സ്. നമുക്കറിയാം കോൺകേവിന്റെ ഓപ്പോസിറ്റ് അല്ലെ? അകത്തോട്ട് വരുന്ന ഷേപ്പാണ് കോൺവെക്സ് എന്ന് പറയുക. അപ്പോൾ ഇൻക്രീസിങ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വന്നപ്പോൾ ഇത് പുറത്തോട്ട് വന്നെങ്കിൽ ജസ്റ്റ് തിങ്ക് ചെയ്യുക, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡിക്രീസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അകത്തോട്ട് വരുന്നത്.
ദാറ്റ് ഈസ് കോൺവെക്സ്. എങ്ങനെ വരയ്ക്കാം? കണ്ടല്ലോ, കോൺവെക്സ് ടു ദി ഒറിജിൻ. അപ്പോ എക്സാമിന് ഇങ്ങനെ എടുത്തു ചോദിക്കാം, എപ്പോഴാണ് PPC കോൺവെക്സ് ടു ദി ഒറിജിൻ ആവുന്നത്? വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക, തെറ്റിപ്പോകരുത്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. യൂഷ്വലി PPCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺകേവ് ടു ദി ഒറിജിൻ ആണ്, ബിക്കോസ് ഓഫ് ഇൻക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, ഇനി PPC ഏത് ഷേപ്പും ആകാറുണ്ട്? കോൺവെക്സ് ടു ദി ഒറിജിനും ആകാറുണ്ട്, ബിക്കോസ് ഡിക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ ആണോ? ഡിക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ക്ലിയർ? ദെൻ ഇനി ഒരു ഷേപ്പ് കൂടെ ഉണ്ട്. അപ്പൊ ഇത് ഡിക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ദെൻ മൂന്നാമത് ഒരു ഷേപ്പ് കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് PPC linear. PPC is a linear. Okay, PPC is linear. The word linear means straight. The word linear means straight. Okay, അപ്പോൾ linear എപ്പോഴാണ് PPC ആവുന്നതെന്ന് ചോദിച്ചാൽ, ബിക്കോസ് ഓഫ് സ്റ്റേബിൾ ഓർ റിമെയിൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈക്വൽ ആയിരിക്കുന്ന സമയത്താണ്. ഈക്വൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ക്ലിയർ ആണോ? ഇത് ഇൻക്രീസ് ആകുമ്പോൾ, ഇത് ഡിക്രീസ് ആകുമ്പോൾ, ഇത് ഈക്വൽ ആയിരിക്കുമ്പോൾ. ഒന്നുകൂടെ, ഇൻക്രീസ് ആകുമ്പോൾ കോൺകേവ് ആകുന്നു, ഡിക്രീസ് ആകുമ്പോൾ കോൺവെക്സ് ആകുന്നു, ഈക്വൽ ആകുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേബിൾ ആകുമ്പോൾ അല്ലെങ്കിൽ റിമെയിൻ സ്റ്റഡി ആകുമ്പോൾ ലിനിയർ ആയിട്ട് മാറുന്നു. അപ്പൊ എങ്ങനെയാ അതിന്റെ ഷേപ്പ്? ഓക്കെ, ലിനിയറിന്റെ ഷേപ്പ് ഒരു സ്ട്രെയിറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോ നമ്മൾ ഡിഫറെന്റ് ഷേപ്പ് ഓഫ് PPC ഡിസ്കസ് ചെയ്തു. അതിൽ ഒന്നാമത്തത് കോൺകേവ് ടു ദി ഒറിജിൻ ആകുന്നത് എപ്പോഴാണ്? ഇൻക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാകുമ്പോഴാണ്. കോൺവെക്സ് എപ്പോഴാണ് PPC ആകുന്നത്? ഡിക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാകുമ്പോഴാണ്. ദെൻ മൂന്നാമത് ലിനിയർ എപ്പോഴാണ് PPC ലിനിയർ ആവുന്നത്? ഈക്വൽ വാല്യൂ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഈക്വൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ സ്റ്റേബിൾ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റു തരത്തിൽ പറഞ്ഞാൽ റിമെയിൻ സ്റ്റഡി ആയിരിക്കുമ്പോഴാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക. എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഷേപ്പ് റീസൺ. ചിലപ്പോൾ ഇത് തന്നിരിക്കാം, ഇത് എഴുതാൻ പറയും. ചിലപ്പോൾ ഇത് തന്നിരിക്കാം, ഇത് എഴുതാൻ പറയും. അല്ലെങ്കിൽ മാറ്റിയൊക്കെ തന്നിരിക്കാം. സോ അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കുക. ക്ലിയർ ആണല്ലോ? നമുക്കറിയാം, ഇനി ഒരു പോർഷൻ കൂടെ ഡിസ്കസ് ചെയ്താൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ടോട്ടൽ പോർഷനും കഴിയും. എന്താണ് ആ പോർഷൻ എന്ന് പറഞ്ഞാൽ, ഡിഫറെന്റ് എക്കോണമി പ്രോബ്ലംസിനെ നമ്മൾ എങ്ങനെയാണ് PPCയിൽ റെപ്രസെന്റ് ചെയ്ത് പഠിക്കാൻ പോകുന്നതെന്നാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ചുരുക്കമാണ്. വ്യക്തമായിട്ട് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. That's a very important portion related to production possibility curve. Okay. എന്താണ് graphical representation of central economic problem? Graphical representation of central economic problem. നമുക്കറിയാം, വ്യക്തമായിട്ട് നമ്മൾ ഇതിന്റെ തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം, സെൻട്രൽ എക്കോണമിക് പ്രോബ്ലം എന്ന് പറയുന്നത് സ്കേഴ്സിറ്റി ആണ്. റിസോഴ്സിനെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് എക്കോണമിക് പ്രോബ്ലം എന്ന് പറയുക. ഓക്കെ ആണല്ലോ? അത് എന്തുകൊണ്ട് ആ പ്രോബ്ലം ഇങ്ങനെ എമർജ് ചെയ്തു എന്ന് ചോദിച്ചാൽ, റിസോഴ്സസ് ആർ ലിമിറ്റഡ് ബട്ട് ഹ്യൂമൻ വൺസ് ആർ അൺലിമിറ്റഡ്. ഓക്കെ, അതാണ് നമ്മുടെ എക്കോണമിക് പ്രോബ്ലം എന്ന് പറയുക. ഈ എക്കോണമിക് പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെ PPCയിലൂടെ റെപ്രസെന്റ് ചെയ്ത് പഠിക്കാം എന്നാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ യൂഷ്വൽ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കുക? നമ്മുടെ PPCയുടെ ഷേപ്പ് അനുസരിച്ച് ഒരു PPC കർവ് വരയ്ക്കുക. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുക? PPC എന്ന് പറയുക. ഗുഡ് 1, then good 2. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ PPCയുടെ മീനിങ് വ്യക്തമായിട്ട് പറഞ്ഞു. ഇറ്റ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഓർ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്, ഗുഡ് 1 ആൻഡ് ഗുഡ് 2, which can be produced available resources and available technology. അപ്പൊ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ 10 റിസോഴ്സ് ഉണ്ടെങ്കിൽ ആ 10 റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നതാണ് ഈ PPC എന്ന് പറയുക. ക്ലിയർ ആണോ? ഒന്നുകൂടെ, 10 റിസോഴ്സസ് ഉണ്ടെങ്കിൽ
അതിന്റെ അർത്ഥം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ റിസോഴ്സസും കംപ്ലീറ്റ് ആയിട്ട് ഗുഡ് ഒന്നും ഗുഡ് ടൂവും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കാൻ. അപ്പോൾ അതിന്റെ അർത്ഥം ഈ ലൈനിലെ പോയിന്റുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ എ, ബി, സി, ഡി, അതായത് ഈ യൂഷ്വൽ PPCയിലെ ഓരോ ലൈനുകളും റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിരിക്കും? കംപ്ലീറ്റ് ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്തുകൊണ്ടാ? പ്രത്യേകിച്ച് വേറൊന്നുമല്ല, നമ്മള് PPC വരയ്ക്കുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയും വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വൽ PPC വരയ്ക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മുടെ കയ്യിൽ എത്ര റിസോഴ്സസ് ഉണ്ടോ, എത്ര ടെക്നോളജി ഉണ്ടോ, അത് മാക്സിമം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വിനിയോഗിച്ചാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. ഗുഡ് ഒന്നും ഗുഡ് ടൂവും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഏത് ലൈൻ എടുത്താലും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ്. എ, ബി, സി, ഡി ഇതെല്ലാം കംപ്ലീറ്റ് ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ദാറ്റ് മീൻസ് ഇതിലെ ഏതൊരു പോയിന്റും, ദാറ്റ് ഈസ് PPCയിലെ ഏതൊരു പോയിന്റും റെപ്രസെന്റ് ചെയ്യുന്നത്, ഒന്നുകൂടെ, PPCയിലെ ഏതൊരു പോയിന്റും റെപ്രസെന്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ക്ലിയർ? ഓക്കെ. ദെൻ ബിലോ ദി PPC നമുക്കറിയാം PPC ഇതാണ്. PPCയുടെ താഴെ നമ്മൾ ഒരു കർവ് വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കോണേ. ഓക്കെ, ബിലോ ദി PPC റെപ്രസെന്റ് എന്താണ് ബിലോ? ABCDE. ഇഷ്ടമുള്ള വാല്യൂസ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഒക്കെ കൊടുക്കാം. ഇത് എളുപ്പത്തിന് വേണ്ടി ABCD then E പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ PPCയുടെ താഴെയാണ് കർവ് വന്നേക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുക, 100 രൂപ റിസോഴ്സ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ആ 100 രൂപ വെച്ച് വരച്ചതാണ് ആദ്യത്തെ PPC. അപ്പൊ ശ്രദ്ധിക്കുക, അതിന് താഴെ ഒരു PPC വരച്ചാൽ അതിന്റെ അർത്ഥം 100 റിസോഴ്സ് എന്ത് ചെയ്തിട്ടില്ല? ഉപയോഗിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് 50, 40, 60 ഒക്കെ വെച്ചിട്ടാണ് റിസോഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ബിലോ ദ PPC റെപ്രസെന്റ് പാർഷ്യൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. പാർഷ്യൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, പാർഷ്യൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. വൈ? ബിക്കോസ് ഈ PPC എന്ന് പറയുക നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ റിസോഴ്സസും വെച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ താഴെയുള്ള PPC എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള എല്ലാ റിസോഴ്സും എന്ത് ചെയ്തിട്ടില്ല? യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബിലോ ദി PPC റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? പാർഷ്യൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ്. ഓക്കെ ആണല്ലോ? വിഭവങ്ങളുടെ ഭാഗികമായ ഉപയോഗമാണ് ബിലോ ദി PPC റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, എബോവ് ദി PPC റെപ്രസെന്റ്. F എന്ന് പറയുന്ന പോയിന്റ്, ഏത് പോയിന്റ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ F എന്ന് പറയുന്ന പോയിന്റ് ദാറ്റ് ഈസ് എബോവ് ദി PPC റെപ്രസെന്റ്. നമുക്കറിയാം ഇത് 40 എന്ന് വിചാരിക്കുക, ഇത് 100 എന്ന് വിചാരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ 100ൽ നിന്നും 150 ആയിട്ട് ആ റിസോഴ്സ് നമുക്ക് കിട്ടിയെന്നാണ്, അല്ലെ? ഇത്രയും 40 എന്നും ചിന്തിക്കുക, ഇത്രയും 100 ആണ്. അപ്പോൾ 100-നെക്കാളും മുകളിൽ വന്നാലേ ഈ ഷേപ്പ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ എബോവ് ദ PPC ആവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അസ്യൂം ചെയ്യുക റിസോഴ്സുകൾ കൂടി, ടെക്നോളജി കൂടി. അതിന്റെ അർത്ഥം 100ൽ നിന്നും 150, 200 ആണെന്ന് ചിന്തിക്കുക. ദാറ്റ് മീൻസ് എബോവ് ദി PPC റെപ്രസെന്റ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. വാട്ട് ഇസ് ദാറ്റ്? ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. Okay, so first one, complete and efficient utilization of resources. അതാണ് നമ്മുടെ യൂഷ്വൽ PPC എന്ന് പറയുക. Then below the PPC represent partial utilization of resources. Then above the PPC growth of resources. Okay, അപ്പോൾ ഇത് വ്യക്തമായിട്ട് ഈ ഗ്രാഫ് പഠിക്കുക. വേറെ ഒന്നുമില്ല, എളുപ്പമാണ്. then ആദ്യം ഒരു യൂഷ്വൽ PPC വരയ്ക്കുന്നു, then അതിന് താഴെ ഒരെണ്ണം വരയ്ക്കുന്നു, മുകളിൽ ഒരെണ്ണം വരയ്ക്കുന്നു. ഇത് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു? ഇതാണ് നമ്മുടെ യൂഷ്വൽ PPC എന്ന് പറയുക. ഇത് എഫിഷ്യന്റ് ആൻഡ് കംപ്ലീറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് സൂചിപ്പിക്കുന്നു. then below the PPC എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു? പാർഷ്യൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്
റെപ്രസെന്റ് ചെയ്യുന്നു. എബോവ് ദി BPC ഗ്രോത്ത് ഓഫ് റിസോഴ്സ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ഇൻ എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ പോർഷൻ കഴിഞ്ഞു. വ്യക്തമായിട്ട് പഠിക്കുക. താങ്ക് യു.